affirmations. Affirmations are positive sentences that we repeat to ourselves. നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് അഫർമേഷൻ. ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമുക്കൊരാഗ്രഹം നേടാനുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞ ഫീലിങ്ങോട് കൂടി വേണം പറയാൻ. അപ്പോൾ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് അത് ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിളായിരിക്കണം. ഭയങ്കര വലുതാണെങ്കിൽ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞു. നമ്മളൊരു ആഗ്രഹം നമ്മൾ നേടിക്കഴിഞ്ഞാൽ ദൈവത്തോട് നന്ദി പറയൂലേ, ദൈവമേ നന്ദി, എനിക്കത് ലഭിച്ചതിന് നന്ദി എന്ന് പറയില്ലേ. അതേപോലെ നമുക്കൊരു ആഗ്രഹം കിട്ടുന്നതിന് മുമ്പേ നമ്മൾ അഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് എക്സാമിന് നല്ല മാർക്ക് വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റെ മക്കൾക്ക് എത്രയാണ് ശതമാനം വേണമെന്നുള്ളത്, ഇത്ര ശതമാനം മാർക്ക് ലഭിച്ചതിന് നന്ദി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലില്ല, അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കണം. അതിനുവേണ്ടി കുട്ടീനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടി നമ്മൾ അഫർമേഷൻസും കൂടി പറയുമ്പോൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈസിലി ഇത് നടന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാട്ടിലൂടെ ഒരാൾ നടന്നു പോകുന്നു. അപ്പോൾ ആദ്യം നടക്കുമ്പോൾ അവിടെ വഴി ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത് നടക്കുമ്പോൾ ഒരു ചെറിയ വഴി വരും. മൂന്നാമത് നടക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വഴി വരും. പിന്നെ വഴി നല്ല സ്ട്രോങ് ആവും, നല്ല വഴി ആ കാട്ടിൽ കാണും. അതേപോലെ തന്നെയാണ് നമ്മൾ നിരന്തരം ഒരു കാര്യം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടി ചിന്തിക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിൽ പുതിയൊരു ന്യൂറൽ പാത്വേ സൃഷ്ടിക്കപ്പെടും. അപ്പം നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. നമുക്ക് എല്ലാ കാര്യത്തിനും വേണ്ടി അഫർമേഷൻസ് പറയാം. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് പറയാം, എന്താ പറയുക, നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം നമുക്ക് പറയാം, ഐ ആം ഹാപ്പി ഓൾവേസ്. ഈ ഒരു അഫർമേഷൻ പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. നമ്മൾക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് പറയാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് പറയാം. എൻ്റെ എല്ലാ ബന്ധങ്ങളും പെർഫെക്റ്റ് ആണെന്ന് പറയാം. നമുക്കെന്ന് വെച്ചാൽ എല്ലാ ബന്ധങ്ങളും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റിലും എപ്പോഴും നല്ല ആൾക്കാർ, നമുക്കിങ്ങനെ നെഗറ്റീവ് പീപ്പിളൊന്നും വേണ്ട. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഐ എം ഓൾവേസ് സറൗണ്ടഡ് ബൈ പോസിറ്റീവ്, സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് പീപ്പിൾ എന്ന് പറയാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ അട്രാക്റ്റ് ചെയ്യും. ഒരാൾക്കിങ്ങനെ തടി ഉറക്കണം എന്നുള്ളുണ്ട്, എക്സസൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ലവ് ടു ഡു എക്സസൈസ് ഡെയിലി. എനിക്ക് ഡെയിലി എക്സസൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അറിയാണ്ട് നമ്മൾ ആ ഒരു വഴിയിലേക്ക് എത്തിപ്പെടും. ഇതുപോലെ നമുക്ക് ഇപ്പോൾ നല്ല ഹെൽത്തി ഫുഡ്സ് മാത്രം കഴിക്കണം. അപ്പം നമുക്കിങ്ങനെ പറയാം, ഐ ലവ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്സ്. ഇങ്ങനെ ഏത് കാര്യത്തിനും വേണമെങ്കിൽ നമുക്കിങ്ങനെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ആർക്കാണെങ്കിലും നമുക്ക് പൈസ കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പിന്നെ എന്നിലേക്ക് പണം നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പണം സമ്പാദിക്കാനുള്ള വിവിധ മാർഗങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. അപ്പം നോക്കുമ്പോൾ നമുക്ക് പല സോഴ്സസിലൂടെയും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണ് അഫർമേഷൻ വേണ്ടത്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ആദ്യം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ, വലിയ കാര്യം എടുക്കരുത്. നമുക്ക് വലിയ കാര്യത്തിലേക്ക് പോകുമ്പോൾ ആദ്യം നടന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊന്നും നടക്കില്ല എന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അഫർമേഷൻ പ്രിപ്പയർ ചെയ്യും. വളരെ കുറച്ച് ചെറുത്, നമുക്ക് നടക്കാൻ കുറച്ചും കൂടി ചാൻസ് ഉള്ളൊരു കാര്യം, പക്ഷേ 100% ചാൻസ് ഇല്ല, കുറച്ച് ചാൻസ് ഉള്ളൊരു കാര്യം, അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അഫർമേഷൻ പറയാം. അപ്പോൾ ആ ഒരു ചെറിയ കാര്യം നടക്കുമ്പോണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വരും. നിങ്ങൾ വിചാരിക്കും, ഇത് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം വരും. അപ്പം പിന്നെ കുറച്ചും കൂടി അങ്ങനെ നമുക്ക് വലിയ ഗോൾസ് വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അഫർമേഷൻസ് റിയലി വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസ് ഇതുപോലത്തെ കിട്ടും. അതുപോലെ തന്നെ ഞാനിങ്ങനെ പേഴ്സണൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.